Hello everyone, welcome to our video class section. Today we are discussing the chapter evolution. Okay, so this is our second episode of evolution. In previous episode we discussed the evidences of evolution and the history of evolution. Okay, here we are discussing industrial melanism. Industrial melanism is an example for natural selection, or it supports natural selection. Okay, അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറഞ്ഞാൽ എന്താ? 1850 കാലഘട്ടത്തിൽ നമ്മളുടെ യൂറോപ്പിലൊക്കെ അവിടെ റെവല്യൂഷൻ, അതായത് ഇൻഡസ്ട്രീസ് ഒന്നും ഡെവലപ്പ് ആയി തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് അവിടെ വൈറ്റ് വിങ്ഡ് ആയിട്ടുള്ള മോത്തിന്റെ സയന്റിഫിക് നെയിമാണ് എന്ത്? ബിസ്റ്റൺ പെറ്റുലേറിയ എന്ന് പറയുന്നത്. ബിസ്റ്റൺ പെറ്റുലേറിയ കാണാനുണ്ട് നിങ്ങൾക്ക് അവിടെ, ബിസ്റ്റൺ പെറ്റുലേറിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? പെപ്പയുടെ മൗത്ത് എന്ന്. ഓക്കെ, അപ്പൊ ഈ ബിസ്റ്റൺ പെറ്റുലേറിയ, വൈറ്റ് വിങ്ഡ് ആയിട്ടുള്ള ബിസ്റ്റൺ പെറ്റുലേറിയ എന്ന് പറഞ്ഞ മൗത്തുകളുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതായിരുന്നു ഏറ്റവും കൂടുതൽ, ഡാർക്ക് കളറിനേക്കാളും കൂടുതൽ എങ്ങനെയായിരുന്നു? വൈറ്റ് വിങ്ഡ് ആയിട്ടുള്ള മോത്തായിരുന്നു. ഓക്കെ, വെൻ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ്, അവിടെ എന്ത് സംഭവിച്ചു? ആ വൈറ്റ് വിങ്ഡ് ആയിട്ടുള്ള മോത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് തുടങ്ങി? ഡാർക്ക് വിങ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെലനൈസ്ഡ് ആയിട്ടുള്ള, മെലാനിസം എന്ന് പറഞ്ഞാൽ എന്താ? മെലാനിൻ പിഗ്മെന്റ് അല്ലേ, ആ കളറേഷനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ മെലനൈസ്ഡ് ആയിട്ടുള്ള മോത്തുകളുടെ എണ്ണം എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ട്രീ ട്രങ്കൊക്കെ ഡാർക്ക് കളർ ആവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാവുന്നില്ലല്ലോ. പൊല്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ട്രീ ട്രങ്കൊക്കെ ഡാർക്ക് കളറിലാണോ? അല്ല. അപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറിലായിരിക്കും. അപ്പോൾ അവിടെ പ്രെഡേറ്റേഴ്സിനെ പെട്ടെന്ന് തന്നെ ഈ മോത്തിന്റെ പ്രെഡേറ്റേഴ്സിനെ ആ മോത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ അത് അവിടെ സർവൈവ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി മെലാനിസം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ആ ട്രങ്കിന്റെ കളറൊക്കെ എന്തായി മാറി? ഡാർക്ക് കളറായിട്ട് മാറി. അങ്ങനെ ഡാർക്ക് കളറായി മാറുമ്പോൾ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആ വൈറ്റ് വിങ്ഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഇല്ലേ, അതിനെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ക്യാപ്ചർ ചെയ്യാനായിട്ട് പ്രെഡേറ്ററിന് കഴിയുണ്ടായിരുന്നു. അപ്പോൾ ആരവിടെ സർവൈവ് ചെയ്തു? നമ്മളുടെ ഡാർക്ക് വിങ്ഡ് ആയിട്ടുള്ള മോത്ത് അവിടെ എന്തായിരുന്നു? സർവൈവ് ചെയ്തു. ഇതെന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് അല്ലേ? അതെന്താണ്? നാച്ചുറൽ സെലക്ഷൻ ഒരു എവിഡൻസ് കൂടി കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ? റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഓഫ് പെസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ് ഇൻ റെസ്പോൺസ് ടു എക്സസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഓർ ഹെർബിസൈഡ്സ്. അവിടെ എന്തുണ്ടായി? ആ ഓർഗാനിസം അതിനോട് എന്ത് ചെയ്തു? റെസിസ്റ്റന്റ് ആവാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ മൈക്രോബ്സ്. അതെ, ആന്റിബയോട്ടിക്സ്. നമ്മൾ ആന്റിബയോട്ടിക്സ് ഇങ്ങനെ ഒരു ചെറിയ കാര്യം കളിക്കും, ഇങ്ങനെ ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അസുഖം പരത്തുന്ന ഓർഗാനിസത്തിന് പിന്നെ എന്തെല്ലാം ഉണ്ടാവും? നമ്മൾ എത്ര ആന്റിബയോട്ടിക് കഴിച്ചാലും അത് എന്തായാലും അതിനൊരു എന്താ പറയുക, ക്യൂർ ഉണ്ടാവില്ല. അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സർവൈവൽ ഓഫ് മൈക്രോബ്സ് റെസിസ്റ്റന്റ് ടു ആന്റിബയോട്ടിക് ഓർ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ നാച്ചുറൽ സെലക്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. സോ വി ഡിസ്കസ് two examples here for natural selection. One is industrial melanism and the other is survival of microbes resistant to antibiotics and drugs. ഓക്കെ, ഇതാണ് നമ്മളുടെ ആ പിക്ചർ കേട്ടോ. നോക്കിയേ, ഇതില് ഈ വൈറ്റ് കളറിലായപ്പോൾ, ഈ കളറിലായപ്പോൾ ആ മൗത്തിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്ലാക്ക് കളറിന്റെ പോപ്പുലേഷൻ കുറവായിരുന്നു. ഇതിൽ നോക്കിയേ, ഈ ഡാർക്ക് കളറല്ലേ, മരം എന്തായി മാറി? ഡാർക്ക് കളറായിട്ട് മാറി. അപ്പോൾ ഡാർക്ക് കളർ മൗത്ത് രക്ഷപ്പെട്ടു, ഈ വൈറ്റ് കളറിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡാപ്റ്റീവ് റേഡിയേഷനാണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു എന്ത്? നമ്മുടെ ചാൾസ് ഡാർവിൻ, ഫാദർ ഓഫ് ഇവല്യൂഷൻ, ഹി ട്രാവൽഡ് ഇൻ വോയേജ് HMS ബീഗിളാണ് അല്ലെ. അതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ എവിടെ എത്തിപ്പെട്ടു? ഗാലപ്പാഗോസ് ഐലൻഡിൽ എത്തിപ്പെട്ടു. അങ്ങനെ ഗാലപ്പാഗോസ് ഐലൻഡിൽ അദ്ദേഹം കണ്ടെത്തിയ ബേർഡുകളുണ്ട്. അതിനെ ആ ഗാലപ്പാഗോസ് ഐലൻഡിലെ ബേർഡുകൾ പറയുന്നത് ഗാലപ്പാഗോസ് ഫിഞ്ചസ്. ഓക്കെ, ഡാർവിൻ അതിന്റെ സ്റ്റഡി നടത്തിയതിനു ശേഷം അതിന്റെ പേര് എന്തായി മാറി? ഡാർവിൻ ഫിഞ്ചസ് എന്നായി മാറി. അപ്പോൾ ഓരോ ബേർഡിന്റെയും ബീക്കിൽ എന്തുണ്ടായിരുന്നു? ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരേ സെയിം ലാൻഡിൽ തന്നെ ആയാലും ആ ഓരോ ബേർഡിന്റെയും ബീക്കിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടെത്തി? അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് ആ ഡിഫറൻസ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അല്ലെങ്കിൽ ആ സീഡിങ് സ്റ്റൈലാണ്, ആ സീഡ് ഈറ്റിങ്ങിന്റെ സ്റ്റൈലില്ലേ, ആ സീഡ് ഈറ്റിങ്ങിന്റെ സ്റ്റൈലാണ് ഓരോ ഓർഗാനിസത്തിന്റെയും ബീക്കിൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടാവാൻ കാരണം എന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ദ പ്രോസസ് ഓഫ് ഇവല്യൂഷൻ ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ് അല്ലെ, ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഒരു ഫീഡിംഗ് ഹാബിറ്റ് അനുസരിച്ച് എന്തായി? അത് മാറിപ്പോയി. ആൻഡ് ലിറ്ററലി റേഡിയേറ്റ് ടു ദ അതർ ഏരിയാസ് ഇസ് കോൾഡ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ആ പോയിന്റിൽ നിന്നും അവരുടെ ഫീഡിംഗ് ഹാബിറ്റ് അനുസരിച്ച് കുറേ പോർഷനായിട്ട് മാറി, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ തന്നെ അത്തരത്തിലുള്ള radiation adaptive radiation, the process of evolution of different species in a given geographical area starting from a point and literally radiating to the other areas is called adaptive radiation. അങ്ങനെ അഡാപ്റ്റീവ് റേഡിയേഷനുള്ള വേറെ എക്സാമ്പിൾ ആണ് ആസ്ട്രേലിയൻ മാർസൂപ്പിയൽസും അതുപോലെ തന്നെ പ്ലാസന്റൽ മാമൽസും.
ആസ്ട്രേലിയൻ മാർസുപ്പിയൽസും അതുപോലെ തന്നെ പ്ലാസന്റൽ മാമൽസും ഇതിന് എക്സാമ്പിളാണ്. അഡാപ്റ്റീവ് റേഡിയേഷനും എക്സാമ്പിളാണ്. അപ്പോൾ ഈ അഡാപ്റ്റീവ് റേഡിയേഷൻസ് പറയുന്നത് കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നതും ഒരു സെയിം പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ ചെന്നെത്തുന്നത് ഇതിലേക്ക് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഏരിയയിലല്ല നടക്കുന്നത്, ജോഗ്രഫിക്കൽ ഏരിയ നടക്കുന്നത്. ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്ത് കൺവേർജ് ചെയ്ത് പോയത്. ഓക്കെ, അതല്ലെങ്കിൽ ആ എല്ലാ ഓർഗാൻസും ചെന്നെത്തുന്നത് ഒരു പോയിന്റിലേക്കാണ് അല്ലേ, അവരുടെ ആൻസിസ്റ്റേഴ്സ് സെയിം ആയിരുന്നു. അപ്പോൾ ഇതിനെ എന്തും കൂടെ പറയാം, കൺവെർജന്റ് എവല്യൂഷൻ എന്നും കൂടെ പറയാം. ഓക്കെ, ഇവിടെ നോക്കി ഇതാണ് നമ്മുടെ ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഓരോ ഫിഞ്ചസിൻ്റെയും ബീക്ക് എന്ന് പറയുന്നത് ഇതിനെ നോക്കി ആദ്യത്തെ പിക്ചർ നോക്കിയൊക്കെ ബ്രോഡ് ആയിട്ടുള്ള ബീക്കാണ് അല്ലേ, ബാക്കി രണ്ടെണ്ണം ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ബീക്കാണ്. ഇവിടെ നോക്കിയൊക്കെ നേരോ ആയിട്ടുള്ള ബീക്കാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ബീക്ക് എന്ന് പറയുന്നത് അവരുടെ ഫുഡ് ഹാബിറ്റ് അനുസരിച്ചായിരുന്നു അവരുടെ ബീക്ക് എന്ന് പറയുന്നത്. ഇത് നോക്കിയതാണ് നമ്മുടെ പ്ലാസന്റൽ മാമൽസും അതുപോലെ തന്നെ ആസ്ട്രേലിയൻ മാർസുപ്പിയൽസും. ഇതും എന്തിനാ എക്സാമ്പിളാണെന്ന് പറഞ്ഞു ഞാൻ, നമ്മളുടെ അഡാപ്റ്റീവ് റേഡിയേഷനിലെ എക്സാമ്പിളാണ്. അതല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞു വേറൊരു പേര് കൊണ്ട് നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത്, കൺവെർജന്റ് എവല്യൂഷൻ എന്ന് അല്ലേ. അപ്പോൾ മാർസുപ്പിയൽ ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു, അതിൽ നിന്നും കുറേ എണ്ണം ഫോം ചെയ്തതാണത്. ഓക്കെ, ഒരു ആസ്ട്രേലിയയിൽ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലേ ആസ്ട്രേലിയയിൽ തന്നെ ഇതൊക്കെ കാണുന്നത് ഒരു മാർസുപ്പിയൽ പോപ്പുലേഷൻ ഉണ്ട്. ആ മാർസുപ്പിയൽ പോപ്പുലേഷൻ തന്നെ നോക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലേ, ഇതെല്ലാം എന്ത് തന്നെയാണ്, മാർസുപ്പിയൽ തന്നെയാണ്. പക്ഷെ ഇവരുടെ ഓരോരുത്തരുടെയും ഫീഡിങ് ഹാബിറ്റും അതുപോലെ തന്നെ അതെന്തായാലും എല്ലാതും ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്, അഡാപ്റ്റീവ് റേഡിയേഷൻ. അതല്ലെങ്കിൽ എന്ത് വിളിക്കുന്നത് നമുക്ക്, കൺവെർജന്റ് ഇവല്യൂഷൻ. ക്ലിയർ ആയോ? അഡാപ്റ്റീവ് റേഡിയേഷൻ അതല്ലെങ്കിൽ ഇവരെ വിളിക്കുന്ന വാക്കാണ് എന്ത്, കൺവെർജന്റ് ഇവല്യൂഷൻ എന്ന്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ബയോളജിക്കൽ ഇവല്യൂഷൻ. ബയോളജിക്കൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ലാമാർക്കിന്റെ തിയറി അല്ലേ. ലാമാർക്ക് എന്താ പറഞ്ഞാൽ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. അദ്ദേഹം പറഞ്ഞത് ഒരു പർട്ടിക്കുലർ ഓർഗൻ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഓർഗൻ എന്ത് ചെയ്തോട്ട് ഉപയോഗം ഇല്ലാതാവും, പിന്നെ അതിന്റെ ഫംഗ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ കുറേ ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗൻ യൂസ് ഇല്ലാതാവുകയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഏതെങ്കിലും ഓർഗൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗന്റെ ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് ആര് പറഞ്ഞത്, ലാമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലാമാർക്ക് കൊണ്ടുവന്ന തിയറിയാണ് എന്ത്, യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നടന്നത് എപ്പോഴാണ്, ഡാർവിൻ കൊണ്ടുവന്ന ഡാർവിൻ്റെ ചിന്തകളില്ല, അതിന് മുന്നേ കൊണ്ടുവന്ന ആശയങ്ങളാണ് എന്ത്, ലാമാർക്കിസം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ത് ചെയ്യുന്നു, ലീഡ് ടു ദ ഡീജനറേഷൻ. അതിന് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ജിറാഫിനെ നേരത്തെ പറഞ്ഞാൽ നിങ്ങളടുത്ത് ജിറാഫിന് ആ ലോങ് നെക്ക് അക്യൂർ ചെയ്യാൻ കാരണം എന്ത്, താഴെയുള്ള ഗ്രാസൊക്കെ കഴിയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, അവർ മേലേക്ക് ഷ്രബ്സിൽ നിന്നുള്ള ലീഫ് കഴിക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് എന്ത്, ജിറാഫിന്റെ ലോങ് നെക്ക് ഫോം ചെയ്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്ത്, നമ്മുടെ സ്നേക്സിന്റെ കേസിലും അവർ ഏറ്റവും കൂടുതൽ ക്രോള് ചെയ്യുന്നത് അല്ലേ, ആ ലെഗ് ഉപയോഗിച്ചിട്ടുള്ള വർക്കിംഗ് ഇല്ല, പകരം അവർ ക്രോള് ചെയ്യുക. അങ്ങനെ ആ ലെഗ് അതിന്റെ ആ ഡീജനറേഷൻ സംഭവിച്ചിട്ടാണ് അത് അത്രയും ഇല്ലാതായി പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാമാർക്കിന്റെ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി എന്ന് പറയുന്നത് ഓഗസ്റ്റ് വെയ്സ്മാൻ ജേംബ്ലാസം തിയറി വെച്ചിട്ട് അതെന്ത് ചെയ്തു, നെഗറ്റീവ് അതല്ല അങ്ങനെയല്ല എന്ന് കണ്ടെത്തി. ജേംബ്ലാസം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചേഞ്ചുകൾ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ നമ്മുടെ ജനറ്റിക് ലെവൽ ഉണ്ടായി മാത്രമേ അതെന്ത് ചെയ്യുന്നുള്ളൂ, നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് പാസ് ചെയ്യുള്ളൂ. അതല്ലാണ്ട് ഫിസിക്കലി നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒറ്റ ഫിസിക്കൽ ചേഞ്ചും ഒന്നും ചെയ്യുന്നില്ല, നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് എവിടെയായിരിക്കും, നമ്മുടെ ജേംപ്ലാസത്തിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീനിൽ അല്ലേ. അപ്പം അങ്ങനെയായി മാത്രമേ അത് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ എന്ന് അത് ആര് കണ്ടെത്തി, ഓഗസ്റ്റ് വെയ്സ്മാൻ കണ്ടെത്തി. അദ്ദേഹം എലികളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് അത് അങ്ങനെ കണ്ടെത്തിയത്. ഓക്കെ, ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർവിൻ നമ്മുടെ കുറേ കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തി. അത് സൈലന്റിൽ പോയി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നാച്ചുറൽ സെലക്ഷൻസ് അല്ലെ, ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് എന്ന ബുക്ക് വരെ അദ്ദേഹം എഴുതി. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് തോമസ് മാൽത്തസ് എന്ന് പറഞ്ഞ ഒരു പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യുന്ന സയന്റിസ്റ്റാണ് ആര്, തോമസ് മാൽത്തസ്. അദ്ദേഹത്തിന്റെ വർക്കുകളാണ് ഡാർവിൻ കൂടുതൽ ഇൻസ്പയർഡ് ആയത്. തോമസ് മാൽത്തസ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസസ് ഇൻ എ ജോമെട്രിക്കൽ റേഷ്യോ അൺലെസ് ഇറ്റ് ഈസ് ചെക്ക്ഡ് ബൈ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ലൈക്ക് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ്, നാച്ചുറൽ കലാമിറ്റി, സ്റ്റാർവേഷൻ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പോപ്പുലേഷൻ വർദ്ധിക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ ആ ഓർഗാനിസത്തിന് ജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവണം അല്ലേ. ഇപ്പോൾ ഫെസിലിറ്റീസ് ഇല്ല, ഫുഡ് ഇല്ല, അവിടെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വളരാനായിട്ട് സാധിക്കുമോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തും സംഭവിക്കുന്നില്ല പറഞ്ഞാൽ ആ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് അല്ലേ. ഇപ്പോൾ അവിടെ ഫുഡ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി അതൊക്കെ പറയുന്നത് എന്താണ്, ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് ഫാക്ടേഴ്സ് ആണ് എന്ത് പറയുന്നത്, പോപ്പുലേഷന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം സ്റ്റഡി ചെയ്തത് പോപ്പുലേഷൻ സ്റ്റഡി ആയിട്ടാണ് ചെയ്തത്.
അപ്പോൾ ഡാർവിൻ അത് കണ്ടെത്തി ഇനി ഉണ്ടാകുന്ന ചേഞ്ചുകൾ, അത് ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ എന്ന് പറയുന്നത് വേരിയേഷൻസ് വരുത്തുന്നത് അല്ലേ. അതായത് അവിടെ ജീൻ ലെവലാണ് ചേഞ്ച് എങ്കിൽ അത് വേരിയേഷന് കാരണമാകും. ആ വേരിയേഷൻസ് ഒക്കെ എന്താവും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഹെറിറ്റബിൾ ആണെങ്കിൽ അത് എന്ത് ചെയ്യും, അത് ഷുവർലി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ജനറേഷനിൽ നിന്ന് ഡാർവിൻ കണ്ടെത്തി. മാത്രമല്ല ഒരു ഓർഗാനിസം അവിടെ നിന്ന് പോകണമെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ, ആ ഓർഗാനിസത്തിന് അവിടെ താമസിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ അതിന് വളരാനുള്ള എല്ലാ കണ്ടീഷൻസും ഉണ്ടായിരിക്കണം. അങ്ങനെ ആ കണ്ടീഷൻസ് ഉണ്ടായാൽ മാത്രമേ ആ ഓർഗാനിസം ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അവിടെ ആ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡാർവിൻ കൊണ്ടുവന്ന വേറെ രണ്ട് ആശയങ്ങളായിരുന്നു ബ്രാഞ്ചിങ് ഡിസെൻറ്റും അതുപോലെ തന്നെ നാച്ചുറൽ സെലക്ഷനും. ബ്രാഞ്ചിങ് ഡിസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗാനിസം അവിടെ ഗ്രോ ചെയ്യുന്നത് അല്ലേ. ആ ഗ്രോ ചെയ്യുമ്പോൾ അവരുടെ എന്ത് ചെയ്യുന്നു, അവിടെ അക്വയർ ചെയ്ത ഫീച്ചേഴ്സ് ജെംപ്ലാസം ലെവലിലാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, അവർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നാച്ചുറൽ ആ ഉണ്ടായ പുതിയ ക്യാരക്ടർ നാച്ചുറിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അത് അവിടെ നാച്ചുറൽ അവരോ സെലക്ട് ചെയ്യും. അങ്ങനെ ഓർഗാനിസം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ആര് കണ്ടെത്തിയത്, ഡാർവിൻ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാൾസ് ഡാർവിൻ എന്തായത്, നമ്മുടെ ഫാദർ ഓഫ് ഇവല്യൂഷൻ, നമ്മളിപ്പോഴും കണക്കാക്കുന്ന ഫാദർ ഓഫ് ഇവല്യൂഷനാണ് നമ്മുടെ ആരും ചാൾസ് ഡാർവിൻ. ഇതുവരെ അതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി ഇവല്യൂഷൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ, ഇവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം ഉണ്ടാവുക, പെട്ടെന്ന് ഒരു ദിവസം പരിണാമം ഉണ്ടാവുകയാണോ ചെയ്തത്, അല്ല. നമുക്കറിയാം ബോഡിയിൽ ചെറിയ മ്യൂട്ടേഷൻസ് ഉണ്ടാവാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മ്യൂട്ടേഷൻ എന്നുള്ള ടേം കൊണ്ടുവന്നത് ആരാണ്, നമ്മളുടെ ഹ്യൂബർട്ട് ഇവറസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് മ്യൂട്ടേഷൻ കൊണ്ടുവന്നത്. അങ്ങനെ മ്യൂട്ടേഷൻ കൊണ്ടുവന്ന് ഒരു പുതിയ ഓർഗാനിസം ഫോം ചെയ്യാം, ദാറ്റ് ഇസ് മീൻസ് പുതിയ സ്പീഷീസ് ഫോം ചെയ്യാം അല്ലേ. അപ്പോൾ ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്ത്, സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഹ്യൂഗോ ഡി ഇവറസിന്റെ വർക്ക്സ് ഒക്കെ നടത്തിയത് പ്രൈംറോസിലാണ് അദ്ദേഹം അതിന്റെ വർക്കുകൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ ആയിരുന്നു. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സഡൻ ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ഡയറക്ഷൻലെസ് ചേഞ്ച്. എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത് പറയാൻ പറ്റുമോ, ഇല്ല. അങ്ങനെ ഡയറക്ഷൻലെസ് ചേഞ്ച് ആണ് എന്ത്, മ്യൂട്ടേഷൻ എന്നും അതാണ് ഇവല്യൂഷന് കാരണമാകാമെന്നും പറഞ്ഞു. പക്ഷെ ഡാർവിന്റെ അഭിപ്രായം പ്രകാരം എന്ന് പറയുന്നത് നമ്മുടെ ചേഞ്ചുകൾ ഉണ്ടാവുന്നതില്ലേ, ഇവല്യൂഷന് കാരണമാണ് ചേഞ്ച്, അത് ഡയറക്ഷണൽ ചേഞ്ച് ആണ്. അതുപോലെ തന്നെ സ്മോൾ വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിൽ നിന്ന് ചെറിയ വേരിയേഷനിലാണ് വേറെ ഓർഗാനിസം ഫോം ചെയ്യാന്നാണ് ഡാർവിൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഹ്യൂഗോ ഡി ഇവറസ് എന്താ പറഞ്ഞത്, ഒരു പെട്ടെന്നൊരു ചേഞ്ച് ആയിട്ട് അല്ലേ, ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറെ ഓർഗാനിസം ഫോം ചെയ്യുന്നത് സഡൻ ആയിട്ടുള്ള ചേഞ്ചാണ് ഫോം ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനിടയിൽ ഒരു ടേമാണ് സാൾട്ടേഷൻ എന്ന് പറയുന്നത്. സാൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സാൾട്ടേഷൻ മീൻസ് എ ലാർജ് സ്റ്റെപ്പ് സഡൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സാൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട് പറഞ്ഞു. മെക്കാനിസം ഓഫ് ഇവല്യൂഷൻ, ചാൾസ് ഡാർവിൻ്റെ അഭിപ്രായ പ്രകാരം അത് എങ്ങനെയായിരുന്നു, ആ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എങ്ങനെ സംഭവിച്ചതായിരുന്നു, എന്താ വളരെ സ്ലോ ആയിട്ടാണ് നടന്നിരുന്നു പറഞ്ഞു. പക്ഷേ നമ്മളുടെ ഹ്യൂഗോ ഡി ഇവറസ് എന്ന് പറഞ്ഞു അത് പറയുന്നത് വളരെ സഡൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പുതിയൊരു ഓർഗാനിസം അവിടെ ഫോം ചെയ്യുക, ആ പുതിയ സ്പീഷീസ് ഫോം ചെയ്യാനും പറയുന്ന ടേമാണെന്ത്, സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പീസിയേഷൻ പുതിയ ടേമാണെന്ത്, സ്പീസിയേഷൻ എന്ന് പറയുന്നത്. സാൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താ, ലാർജ് സ്റ്റെപ്പ് സഡൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സാൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. ഓക്കെ, 1908 ഹാർഡിയെ പറഞ്ഞ സയൻറ്റിസ്റ്റ്, GH ഹാർഡി എന്ന് പറഞ്ഞ ഒരു മാത്തമെറ്റീഷ്യനും അതുപോലെ തന്നെ W വെയിൻബെർഗ് എന്ന് പറഞ്ഞ ജെനറ്റിസിസ്റ്റും. ഓക്കെ, ഒരു മാത്തമെറ്റീഷ്യനും ഒരു ജെനറ്റിസിസ്റ്റും. ഓക്കെ, രണ്ടുപേരും കൂടി ചേർന്നിട്ട് കൊണ്ടുവന്ന ഐഡിയ ആണ് എന്ത്, പോപ്പുലേഷൻ ജെനറ്റിക്സ് അതല്ലെങ്കിൽ മോഡേൺ ഇവല്യൂഷണറി തിയറി. അതല്ലെങ്കിൽ മോഡേൺ ഇവല്യൂഷണറി തിയറി. ഓക്കെ, ഹാർഡി എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റും വെയിൻബെർഗ് എന്ന് വേറെ സയൻറ്റിസ്റ്റും കൊണ്ടുവന്ന പ്രിൻസിപ്പിളാണ് എന്ത്, ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. അവർ കൊണ്ടുവന്ന ആ പുതിയ ബ്രാഞ്ചിന് പറഞ്ഞ പോപ്പുലേഷൻ ജെനറ്റിക്സ് അല്ലെങ്കിൽ മോഡേൺ ഇവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത് 1908 ഓക്കെ, അപ്പോൾ ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ലാർജ് പോപ്പുലേഷൻ ഇഫ് മേറ്റിംഗ് ഈസ് അറ്റ് റാൻഡം, അവിടെ മേറ്റിംഗ് നടക്കുന്നത് റാൻഡം ആയിട്ടാണ് അല്ലേ. ദ സെലക്ഷൻ ആൻഡ് മൈഗ്രേഷൻസ് ആർ ആബ്സെന്റ്. അപ്പോൾ അവിടെ മേറ്റിംഗ് റാൻഡമായി നടക്കുമ്പോൾ അവിടെ സെലക്ഷൻ ഇല്ല, അതുപോലെ തന്നെ മൈഗ്രേഷൻ സംഭവിക്കുന്നില്ല. ദെൻ ദ ജീൻ ഫ്രീക്വൻസീസ് ഓഫ് ദ 2 വേരിയസ് ജീൻസ് ഇൻ ദ പോപ്പുലേഷൻ വുഡ് റിമെയിൻ കോൺസ്റ്റന്റ് ഇൻ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ആരും ഇങ്ങോട്ട് വരുന്നില്ല, മൈഗ്രേഷൻ സംഭവിക്കുന്നില്ല, അതുപോലെ തന്നെ സെലക്ഷൻ സംഭവിക്കുന്നില്ല എങ്കിൽ ആ ജീൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ജനറേഷൻ ടു ജനറേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് സെയിം ആയിരിക്കുമെന്നാണ് ആര് കണ്ടെത്തിയത്, ഹാർഡി അതുപോലെ തന്നെ വെയിൻബെർഗ് കൂടി കണ്ടെത്തിയത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ആ ജനറ്റിക് എക്ലിബ്രിയത്തിൽ വരികയാണെങ്കിൽ അതാണ് എന്തിന് കാരണമാകുന്നത്, ഇവല്യൂഷന് കാരണമാകുന്നത്. അങ്ങനെ ഇവല്യൂഷന് കാരണമാകുന്ന ഒരു 5 ഫാക്ടേഴ്സ് കൂടി അവരെ കണ്ടെത്തി. ക്ലിയർ?
ഇപ്പോൾ ഹാർഡി-വിൻബർഗ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്, ഒരു പോപ്പുലേഷനിൽ റാൻഡം മേറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അവിടെ സെലക്ഷനും മൈഗ്രേഷനും നമ്മൾ നടക്കുന്നില്ല എങ്കിൽ ആ ജീൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതിലൊരു ഇക്വേഷനാണ് എന്ത്, p² + 2pq + q² = 1 എന്ന് പറയുന്നത്. അതിൽ ആ പി എന്ന് പറയുന്നത് എന്താ, ഫ്രീക്വൻസി ഓഫ് എ ഹോമോസൈഗസ് ഡോമിനന്റ്. ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന്റെ അത് ആ ഫ്രീക്വൻസിയാണ് പി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്താ, വേറൊരു ഹോമോസൈഗസ് ആയിട്ടുള്ള ഇത് ഡോമിനന്റ് ജീനാണ് പി എന്ന് പറയുന്നത്. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് റിസസീവ് ജീനാണ്. ഇപ്പോൾ 2pq എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഹെട്രോസൈസ് കണ്ടീഷനിലായി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 ആണ് റിസൾട്ട് കിട്ടുന്നത് അല്ലേ, നമ്മുടെ A+B² പോലെ തന്നെ. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചേഞ്ച് വരികയാണെങ്കിൽ ഓക്കെ എന്ത് സംഭവിക്കും, അവിടെ ആ ചേഞ്ച് വരുമ്പോൾ അവിടെ ആ ജീൻ ഫ്രീക്വൻസി നമുക്ക് 1 ആയിട്ട് കിട്ടില്ല. അപ്പോൾ എന്ത് മനസ്സിലായി, അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും, അവിടെ ഒരു വലിയ ചേഞ്ചാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്, ആ ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ജനറ്റിക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഈസ് ഹാർഡി-വിൻബർഗ് പ്രിൻസിപ്പിൾ? If mating is random, no selection and migrations appeared, then the gene frequencies of the various genes in the population would remain constant in generation after generation. Okay, the equation is p² + 2pq + q² that is equal to 1. P is the frequency of homozygous dominant genotype and q is the homozygous recessive genotype, and 2pq is the frequency of heterozygous genotype. Clear ആണല്ലോ അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്ത്, ഏതൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടായാലാണ് ആ ജീൻ ഫ്രീക്വൻസിയിൽ മാറ്റം വരിക എന്നുള്ളത്. ആ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ജീൻ ഫ്ലോ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഓരോന്ന് പറഞ്ഞു പോവാം. ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ജീൻ ഫ്ലോ ഇസ് ദ മൂവ്മെന്റ് ഓഫ് അല്ലീൽസ് വിത്തിൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ നിന്ന് അടുത്ത പോപ്പുലേഷനിലേക്ക് എന്ത് മൂവ് ചെയ്യുക, അല്ലീലുകൾ എന്ന് പറഞ്ഞാൽ ജീൻസ് അല്ലേ, അത് മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുക, ഞാൻ ഫിഗർ വെച്ച് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്, അവിടെ ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യണ്ടോ ഇല്ല. ഇത് നോക്കിയാൽ ഇത് യെല്ലോ കളർ ബീറ്റിലാണ് അല്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ ബീറ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് യെല്ലോ കളർ ബീറ്റിൽ ഈ ഗ്രീൻ കളർ ബീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവർ തമ്മിൽ മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായി, ആ ജീൻ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യും, അതായത് ആ ജനറ്റിക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. അവിടെ എന്തായി, പുതിയ ഓർഗാനിസംസ് അവിടെ ഫോം ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ജീൻ ഫ്ലോ. അടുത്തെന്തായിരുന്നു, ജനറ്റിക് ഡ്രിഫ്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് നോക്കി നോക്കുക. ഇവിടെ കുറേ ഒരു ആഷ് കളർ ബീറ്റിലുണ്ട്, ഒരു ഗ്രീൻ കളർ ബീറ്റിലുണ്ട് അല്ലേ. ത്രൂ ഹ്യൂമൺ ആക്ഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും അനിമൽസിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ബൈ ചാൻസ് അല്ലേ, അങ്ങനെ ചാൻസ് കൊണ്ട്, ഹ്യൂമൺ ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എക്കോർ ബൈ ചാൻസ് ആണ്. അങ്ങനെ ആ ചാൻസ് കൊണ്ട് എന്ത് സംഭവിക്കാം, ആ ബീറ്റിൽ ഇപ്പോൾ ഒരു ആളുടെ ഷൂവിൽ പറ്റിയിട്ടാണ് ആ ബീറ്റിൽ അങ്ങോട്ട് പോകുന്നത് അല്ലേ. അങ്ങനെ എന്താവാം, ആ ഗ്രീൻ കളർ ബീറ്റിലെ പോപ്പുലേഷൻ അവിടെ കൂടി വരാം. അപ്പോൾ ആ ചവിട്ടണില്ല, അയാൾ ചവിട്ടി പോകുമ്പോൾ എന്ത് സംഭവിക്കാം, മറ്റേ ബീറ്റിലെ എണ്ണം ചിലപ്പോൾ എന്ത് കുറയാം, അതിനവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ ബീറ്റിൻ്റെ എണ്ണം അവിടെ കുറയാണ് അല്ലേ. അപ്പോൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് റെഫേഴ്സ് ടു ദ വേരിയേഷൻ ഇൻ ജീൻ ഫ്രീക്വൻസി within a population that occur by chance. Okay, genetic drift plays an important role in evolutionary changes in small or isolated population. സ്മോൾ അല്ലെങ്കിൽ ഐസൊലേറ്റ് പോപ്പുലേഷനിലാണ് ഏറ്റവും കൂടുതൽ ജനറ്റിക് ഡ്രിഫ്റ്റ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. When genetic drift occurs, an entirely new population may be formed, which the original population become the founder for the new one. അല്ലേ. അപ്പോൾ അതിന് മൂലം എന്തുണ്ടാവുന്നത്, അപ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ ബീറ്റിൽ ഒന്നേ ഉണ്ടാകുന്നുള്ളൂ അല്ലേ. പിന്നെ വരുമ്പോഴേക്കും ആ പോപ്പുലേഷൻ കൂടി. അപ്പോൾ അവിടെ എന്താണ്, ഓൾഡ് വണ്ണെന്ന് ഒരു പുതിയ പോപ്പുലേഷൻ ഫോം ചെയ്തു അല്ലേ. അപ്പോൾ അതിന് എന്തും കൂടെ പറയാം, ഫൗണ്ടർ ഇഫക്റ്റ് എന്നും കൂടെ പറയാം. പിന്നെ എന്താ പറയാം, ഫൗണ്ടർ ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് ജീൻ ഫ്ലോയും പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞു, ജീൻ ഫ്ലോ പറഞ്ഞു, അതുപോലെ തന്നെ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താ മ്യൂട്ടേഷൻ, സഡൻ ഹെർട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചാണ്. അത് ഒരു ഓർഗാനിസത്തിൽ വേറെ ഓർഗാനിസത്തിലേക്ക്, ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറെ ഓർഗാനിസത്തിലേക്കല്ല, ആ ഓർഗാനിസം തന്നെ പ്രോജനീസ് ഉണ്ടായിരിക്കില്ലേ, ആ പ്രോജനീസിലേക്ക് പോകുമ്പോഴേക്കും അത് ചേഞ്ച് വന്ന് ചിലപ്പോൾ പുതിയ സ്പീഷീസ് വേണമെങ്കിൽ ഫോം ചെയ്യാം. ഒരു സ്പീസിയേഷനുള്ള ചാൻസുകൾ അവിടെ കൂടുതലാണ് എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറ്റിക് റീകോമ്പിനേഷനാണ്. നമുക്കറിയാം മിയോസിസിൻ്റെ സമയത്ത് ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. ആ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെന്റൽ പറഞ്ഞനുസരിച്ച് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കും. ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് ഓരോ ക്രോമസോംസും അവർക്ക് ഹോമോലോഗ് ക്രോമസോംസ് എന്ത് ചെയ്യും, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഡിഫറെൻറ്റ് കോമ്പിനേഷനിലെ സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ കേസിലാണ് സംഭവിക്കുക. ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ പുതിയ പ്രോജനീസ് ഫോം ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തെന്താ നാച്ചുറൽ സെലക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, നാച്ചുറൽ സെലക്ഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവല്യൂഷണറി പ്രോസസ് ദാറ്റ് ബ്രിങ്സ് ചേഞ്ചസ് ഇൻ allele ഫ്രീക്വൻസി ആൻഡ് പ്രൊമോട്ട് അഡാപ്റ്റേഷൻസ്. ഓക്കെ, അതായത് നമുക്ക് നാച്ചുറൽ സെലക്ട് ചെയ്തു, അവിടെ സ്റ്റേബിൾ ആവാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേബിളായിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്: സ്റ്റെബിലൈസിങ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ ആൻഡ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഏതൊക്കെയായിരുന്നു? സ്റ്റെബിലൈസിങ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ ആൻഡ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. സോ ലുക്ക് ഹിയർ, ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ്. സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുന്നത്? ദ ആവറേജ് ഫിനോടൈപ്സ് ആർ സെലക്ടഡ് ഓവർ ദ എക്സ്ട്രീം ഫിനോടൈപ്സ്. അല്ലെ, ആവറേജ് ഫിനോടൈപ്സ് സെലക്ട് ചെയ്തിരിക്കുകയാണ് എവിടെ നിന്ന്? ഓവർ ദ എക്സ്ട്രീം ഫിനോടൈപ്സ് ഇൻ ഐദർ ഡയറക്ഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് പോപ്പുലേഷൻ ഓർ മോർ ഇൻഡിവിജ്വൽസ് അക്വയർ ക്യാരക്ടർ വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഹയർ പീക്കിൽ കാണിക്കാം. അല്ലേ, അവിടെ എക്സ്ട്രീം ആയിട്ടുള്ള ഫിനോടൈപ്സ് അല്ല, നോർമൽ ആയിട്ടുള്ള ഫിനോടൈപ്സ് ആണ്. അല്ലേ, ഒരു ആവറേജ് ആയിട്ടുള്ള ഫിനോടൈപ്സ് ഏതാണോ അതാണ് ഹയർ പീക്ക് ലെവലിൽ കാണിക്കുക. അടുത്തെന്ന് പറയുന്നത് ഏതാണ്? ഇത് നോക്കി നോക്കിയാൽ ഇതെന്ന് പറയുന്നത് ഡയറക്ഷണലാണ്. ഡയറക്ഷണൽ സെലക്ഷൻ സംഭവിക്കണേ, അതായത് അവിടെ എന്താ സെലക്ട് ചെയ്യണേ? എക്സ്ട്രീം ഫിനോടൈപ്പ് ആയിരുന്നു. ആദ്യത്തെ സ്റ്റെബിലൈസിംഗിൽ എങ്ങനെയായിരുന്നു? ആവറേജ് ഫിനോടൈപ്സ് സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഡയറക്ഷൻ സെലക്ഷനിൽ സംഭവിക്കുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഫിനോടൈപ്പിൽ ക്യാരക്ടേഴ്സ് ഇല്ലേ, അതാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ഹയർ പീക്കിലാവില്ല, അതിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻസ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത്? ഡിസ്ട്രപ്റ്റീവ് സെലക്ഷനിൽ നോക്കി നോക്കൂ. ഡിസ്ട്രപ്റ്റീവ് സെലക്ഷനിൽ ഈ ഡിസ്ട്രപ്റ്റീവ് സെലക്ഷനിൽ എന്താ ഫോം ചെയ്യണം നോക്കി നോക്കിയേ? ബോത്ത് ദ എക്സ്ട്രീം ഫിനോടൈപ്സ് സെലക്ടഡ് ഓർ ദ ആവറേജ് ഫിനോടൈപ്സ്. അല്ലെ, ഇവിടെ നോക്കി നോക്കി, ഇവിടെ ഇവിടെ എന്തായിരുന്നു? 2 ക്യാരക്ടർ, 2 എക്സ്ട്രീം ക്യാരക്ടർ. ഇവിടെ 2 എക്സ്ട്രീം ക്യാരക്ടറിനെയും സെലക്ട് ചെയ്യാണ്. അല്ലെ, ബോത്ത് ദ എക്സ്ട്രീം ഫിനോടൈപ്സ് ആർ സെലക്ടഡ് ഓർ ദ ആവറേജ് ഫിനോടൈപ്സ് ആൻഡ് റിസൾട്ട് ഇൻ 2 or more പോപ്പുലേഷൻ ഗ്രൂപ്പ്സ്. അപ്പോൾ അവിടെ എന്തൊരു ചാൻസ് ഉണ്ട്? ഒന്നിലധികം പോപ്പുലേഷൻ ഗ്രൂപ്പ്സിനുള്ള ചാൻസ് ഉണ്ട്. ദിസ് ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദ സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഓക്കെ, അപ്പോൾ 2 പോപ്പുലേഷൻസ് വരുമ്പോൾ അത് 2 പീക്കായിട്ട് ഫോം ചെയ്യും. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്: സ്റ്റെബിലൈസിങ്ങും, ഡയറക്ഷണലും, ഡിസ്ട്രപ്റ്റീവും. സ്റ്റെബിലൈസേഷനിൽ നമ്മൾ എന്തെടുക്കുന്നില്ല? എക്സ്ട്രീം ക്യാരക്ടേഴ്സ് എടുക്കുന്നില്ല. ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ കുറച്ച് എന്തെടുക്കും? നമ്മളുടെ എക്സ്ട്രീം ഫിനോടൈപ്പ് ക്യാരക്ടർ എടുക്കും. പിന്നെ ഡിസ്ട്രപ്റ്റീവിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതൊക്കെ എക്സ്ട്രീം ക്യാരക്ടേഴ്സ് ഉണ്ടോ അതിനൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തെടുത്തും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുതിയ പോപ്പുലേഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ? ഓക്കെ, ഇനി നമ്മുടെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് അക്കൗണ്ട് എന്താ നമുക്കറിയാം. ഇവല്യൂഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വാട്ടറിലാണ്. പുതിയ ഓർഗാനിസം ഫോം ചെയ്ത് നമ്മൾ ഒറിജിൻ ഓഫ് നമ്മുടെ ഹാഡി മില്ലറിൻ്റെ യൂറി മില്ലർ എക്സ്പെരിമെൻ്റ് ഇല്ലേ, അത് വെച്ച് നമ്മൾ പഠിച്ചതാണ് എന്ത് ഓർഗാനിസംസ് ഫോം ചെയ്ത് വാട്ടറിലാണെന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ നമ്മുടെ ഒരു പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ കണ്ടീഷനൊക്കെ നമ്മൾ അവിടെ ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ സിംഗിൾ സെൽ ഓർഗാനിസം എന്നാണ് എന്ത് ഫോം ചെയ്ത്? ഒരു മൾട്ടി സെല്ലർ ആയിട്ടുള്ള ഓർഗാനിസംസ് അവിടെ ഫോം ചെയ്തത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MY എന്നെഴുതിയിട്ടില്ലേ, അതെന്ന് പറയുന്നത് മില്യൺ ഇയേഴ്സ് എഗോ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സ് ഫോം ചെയ്ത് ഒരു 500 മില്യൺ ഇയേഴ്സ് ഒക്കെയാണ്. പിന്നെ ജോലസ് ഫിഷ് ആകുമ്പോൾ 350, കുറച്ച് പ്ലാന്റുകളൊക്കെ 320 കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ കുറച്ച് നമ്മൾ പറയാണ്. ഓക്കെ, അതിലെ സിലാകാന്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോബ്ഫിൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൗത്ത് ആഫ്രിക്കയിലാണ് ഈ സിലാകാന്ത് അല്ലെങ്കിൽ ലോബ്ഫിൻ കണ്ടെത്തിയത്. ആ ലോബ്ഫിൻ അല്ലെങ്കിൽ സിലാകാന്ത് എന്ന് പറയുന്നത് എന്താണ്? ആ ഫിഷിന് അത് എക്സ്റ്റിങ്റ്റ് ആണ്. അല്ലേ, ഇപ്പോൾ അത് ജീവിച്ചിരിക്കുന്നതല്ല, പക്ഷേ അതിന് വെള്ളത്തിലും അതുപോലെ തന്നെ കരയിലും ജീവിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് എന്താ പറയുന്നത്? ഫസ്റ്റ് ആംഫീബിയൻസ് ആണെന്ന് പറയുന്നത് എന്ത്? ലോബ്ഫിൻസ് അല്ലെങ്കിൽ സിലാകാന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ആംഫീബിയൻ എന്ന് പറയുന്നത് ഏതാണ്? സിലാകാന്ത് അല്ലെങ്കിൽ ലോബ്ഫിൻസ് ആണ്. ദേ ക്യാൻ ലീവ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ, ഫസ്റ്റ് ഐഡന്റിഫൈഡ് ഫ്രം ദ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, പിന്നെ നമുക്ക് ഒരു എക്സാമ്പിളാണ് ഈ ലോബ്ഫിൻസ് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡയഫ്രോഗ്സും അതുപോലെ സാലമാൻഡറിൻ്റെ ഒക്കെ ഒരു ആൻസിസ്റ്ററായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത് ആംഫിബിയനിൽ നിന്നാണ് ആര് വന്നത്? റെപ്റ്റൈൽസ് വന്നത്. അപ്പോൾ റെപ്റ്റൈൽസ് ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഒരു 200 മില്യൺ ഇയേഴ്സ് ആയിട്ടുള്ള റെപ്റ്റൈൽസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങിയത്. നമുക്കറിയാം ആ ഇവല്യൂഷൻ പ്രോസസ്സ് അറിയാം. ഫിഷ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് അല്ലേ. അതിലെ ഷ്രൂസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മാമൽസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഫോസിൽസിൻ്റെ ബേസിലാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെന്താ പറയുക? ഈ ഷ്രൂസ് ആണ് എന്ത് ഫസ്റ്റ് മാമൽ എന്ന് പറയുന്നത്. മാമൽ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് കഴിവുണ്ട്? നമുക്കറിയാം ഈ ഇവല്യൂഷനിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്നത് മാമൽസ് ആണ് അല്ലേ. അപ്പം മാമൽസ് എന്ന് പറഞ്ഞാൽ വിവിപാരസ് ആണ്, മോർ ഇൻ്റലിജൻ്റ് ആണ്. മാത്രമല്ല ചില മാമൽസ് വാട്ടർ ലിവിങ് ആണ് അല്ലേ. വെയില്, ഡോൾഫിൻ, സീൽസ്, സീ കൗസ്, അപ്പം എല്ലാ മാമൽസും എന്താണ്? ടെറസ്ട്രിയലാണ് ലിവ് ചെയ്യുന്നത്. നമുക്ക് പറയാണ്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ആ വെയില്
വെയില്, ഡോൾഫിൻ, അതിൽ നിന്നും പുരോഗമിച്ചിട്ടാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ ഹ്യൂമൻ പോപ്പുലേഷൻ റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവരെക്കാളും എന്താണ് ലാംഗ്വേജ് സ്കിൽസിലായാലും സെൽഫ് കോൺഷ്യസിനായാലും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതിനേക്കാളും അട്ടർ മോസ്റ്റിലാണ് നിൽക്കുന്നത്. ക്ലിയർ? ഇത് നമ്മളുടെ ഓരോ പീരീഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർബോണിഫറസ് പീരീഡ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ നോക്കി നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഫിഗർ തന്നെയാണ്. കാർബോണിഫറസ് പീരീഡ്, പെർമിയൻ പീരീഡ്, ട്രയാസിക്, ജുറാസിക്, ക്രസ്റ്റേഷ്യസ്, ടേർഷ്യറി, ക്വാട്ടേർണറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ വിഭാഗത്തിലുള്ള ഓർഗാനിസത്തിന്റെ പേരാണ് കൊടുക്കുന്നത്. നമ്മളെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കുക, പെർമിയൻ പീരീഡിലുള്ള ഓർഗാനിസംസ് ഏതായിരുന്നു? ടീക്കോഡോൺ എന്ന് പറയുന്നത് അല്ലേ, പിന്നെ പെലിക്കോസോറസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജുറാസിക് പീരീഡിൽ ആരായിരുന്നു? തെറാപ്സിഡ്സ് എന്ന് പറയുന്നത്. ജുറാസിക് പീരീഡിലാണെങ്കിൽ തെറാപ്സിഡ്സ് എന്ന് പറയുന്നത്. ടേർഷ്യറി പീരീഡിലാണെങ്കിൽ ഡിനോസേഴ്സ്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? അതിൻ്റെ ജിയോളജിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഈ കാർബോണിഫറസ്, പെർമിയൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നതാണ് ഓരോ ജിയോളജിക്കൽ ടൈം പീരീഡ്സ് എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ടേർട്ടിൽ, ലിസാർഡ്, സ്നേക്ക് അതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ക്വാട്ടേർണറി പീരീഡിലാണ് അതൊക്കെ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്വാട്ടേർണറി പീരീഡിലാണ് അതെല്ലാം ഉൾപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് പ്ലാന്റിന്റെ കേസിലായാലും ഇതുപോലെ തന്നെ. ഇതാ നമ്മളുടെ ദിനോസേഴ്സിന്റെ ഒരു ഫാമിലി ഇത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ, ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദിനോസേഴ്സിന്റെ പിക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ഇതുപോലെ തന്നെയാണ് പ്ലാന്റിന്റെ കേസുകളും. പ്ലാന്റിന്റെ കേസിൽ ഇതുപോലെ തന്നെയാണ്. പ്ലാന്റിന്റെ കേസിലും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലത്തെ ഇറകളല്ല അവിടെ ആ ക്വാട്ടേർണറി, ടെർഷ്യറി എന്നൊക്കെ പറയില്ലേ, അതിനു മുന്നേ അവർക്കും എന്താ പറയുക, കാർബോണിഫറസിന് മുന്നേ നമുക്ക് ആനിമൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാർബോണിഫറസിലാണ്. പക്ഷേ ആനിമൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? കാർബോണിഫറസ് പീരീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാർബോണിഫറസിന് മുന്നേ ഒരു സിലൂറിയൻ പീരീഡും അതുപോലെ തന്നെ ഡിവോണിയൻ പീരീഡും ഉണ്ട്. ആ സിലൂറിയൻ പീരീഡും ഡിവോണിയൻ പീരീഡിലും എന്തുണ്ടായിരുന്നു? ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ആ പ്ലാന്റ്സ് പിന്നെയാണ് കാർബോണിഫറസ് പീരീഡ് വന്നത്. അപ്പോൾ ആ 2 പീരീഡ് കഴിഞ്ഞിട്ടാണ് ആര് വന്നത്? ആനിമൽസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്ലാനറ്റ് ഇവല്യൂഷൻ എന്ന് പറയണമെങ്കിൽ അവിടെ എന്താണ്? പാലിയോസോയിക് ഇറ. അവിടെ 3 ഇറകളായിട്ട് മെയിനായിട്ടുണ്ടാവുക നമ്മളുടെ പ്ലാന്റിൻ്റെ ഇവല്യൂഷനിൽ. പാലിയോസോയിക് ഇറ എന്ന് പറയുന്നത്, മീസോസോയിക് ഇറ, അതുപോലെ തന്നെ സീനോസോയിക്. അതിൽ പാലിയോസോയിക് ഇറയിലാണ് എന്ത് പറയുന്നത്? മറ്റേ പ്ലാന്റിൻ്റെ ആ പ്ലാന്റ് ഫസ്റ്റ് ഫോം ചെയ്യാൻ തുടങ്ങിയത് പാലിയോസോയിക് ആയിട്ടുള്ള ഇറയിലാണ്. നമുക്കറിയാം ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അല്ലെ, ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ആൻജിയോസ്പെർം ഗ്രൂപ്പത്തിലായിരിക്കില്ല പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകൾ അതിൽ നിന്ന് ഫോം ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതിനനുസരിച്ച് ഓരോന്നിനും എന്താ പറയുക, ഫേണ്, കോണിഫേഴ്സ്, സൈക്കാഡ്സ്, ഗിങ്കോസ്, ഡൈക്കോട്ടിലേഡ്സ് അങ്ങനെ വന്നു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ക്വാട്ടേർണറി പീരീഡിൽ നിൽക്കുന്നത് ബ്രയോഫൈറ്റ്സും അതുപോലെ തന്നെ ആൻജിയോസ്പെർംസ് ഗ്രൂപ്പ്സുകളാണ്. ഓക്കെ, അവർ വന്നത് ക്വാട്ടേർണറി പീരീഡിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ക്ലിയർ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഹ്യൂമണിൻ്റെ ഇവല്യൂഷനാണ് അല്ലേ, അല്ലെങ്കിൽ ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാൻ എന്ന് പറയാം. നമുക്കറിയാം ആദ്യത്തെ ഒരു ഹ്യൂമൺ അല്ലെങ്കിൽ ഒരു പ്രൈമേറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് 15 മേയിലാണ്. 15 മേയിലാണ് 15 മേയിലാണ് ആദ്യത്തെ ഒരു വന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറേ ബുക്കുകളിലും കുറേ ഇതായിട്ട് കാണണം. അപ്പോൾ ആദ്യം ഫോം ചെയ്യുന്നത് എയ്പ്സ് വിഭാഗത്തിൽപ്പെട്ട ഡ്രയോപിത്തിക്കസ് ആഫ്രിക്കൻസ് എന്ന് പറഞ്ഞ ഓർഗാനിസം. ഓക്കെ, അതിൽ നിന്നും ആര് വന്നു? രാമാപിത്തിക്കൻസ് വന്നു. ഓക്കെ, അത് എന്താ മിയോസിൻ പീരീഡിൽ സർവൈവ്ഡ് ഫ്രം ലേറ്റ് മിയോസിൻ ടു പ്ലിയോസിൻ. അത് അത്രയും കാലം നിന്നു. ഒരു മിയോസിൻ എന്ന് പറഞ്ഞു, പ്ലിയോസിൻ എന്ന് പറഞ്ഞു, ആ ഇറകളാണ് അല്ലേ, അത്രയും ഇറകളിൽ നിന്നു 14 to 15 million years ago എന്ന് പറഞ്ഞു. അതിൽ നിന്നും പിന്നെ ആര് വന്ന്? ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കൻസ് വന്നു. 5 million years ago എന്ന് പറഞ്ഞു. ഇത് CC എന്ന് കൊടുക്കുന്നത് അവർ സെറിബ്രൽ ക്രാനിയൽ കപ്പാസിറ്റിയിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മുടെ ഇവല്യൂഷൻ നടക്കുന്ന അനുസരിച്ച് നമ്മളുടെ എന്തും കൂടും, ക്രാനിയൽ കപ്പാസിറ്റിയും കൂടെ എന്ത് ചെയ്യും? കൂടിയിട്ട് നമ്മളെ ക്രാനിയൽ കപ്പാസിറ്റി കൂടി വരും. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഹോമോ ഹാബിലസ് ഫോം ചെയ്തു. അതാണ് ഫസ്റ്റ് ഫോസിൽ മാൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാൻ തുടങ്ങി? ടൂൾസൊക്കെ അല്ലെ, സ്റ്റോണൊക്കെ വെച്ചിട്ട് ടൂൾസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഹോമോ ഇറക്ടസ്, അതായത് ഇറക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവർന്ന് നിൽക്കാൻ തുടങ്ങുന്ന അർത്ഥം. അങ്ങനെ ഹോമോ ഇറക്ടസ് വന്നു. അവർക്ക് ക്രാനിയൽ കപ്പാസിറ്റി നോക്കി നമ്മളവിടെ ആസ്ട്രലോപിത്തിക്കസിന്റെ ക്രാനിയൽ കപ്പാസിറ്റി കൊടുത്തത് എത്രയാണ്?
350 to 450 അല്ലേ? ഇപ്പം ഇവിടെ നോക്കുമ്പോൾ എത്രയാണ് ഇത് 800 to 100 നോക്കി എത്ര ലെവലിലേക്ക് എത്തി അല്ലേ? അപ്പോൾ ഇത്രയും എന്തായി ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടി. അടുത്ത ആളെന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് ഫോസിൽസ് ആണ്. അപ്പോൾ ഇവിടെ എത്തിയ എത്ര സംഭവിച്ചു? അവിടെ 1650 അവരുടെ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് കൂടി വരികയാണ്. പിന്നെ താരായിരുന്നു ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പോൾ അവരുടെ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിനേക്കാൾ എന്തായി കൂടി വന്നു. അപ്പോൾ നമ്മൾ ഓരോ ഇറയിലും ഓരോ പീരീഡിൽ നിന്നും മറ്റേ പുതിയൊരു ഓർഗാനിസം ഫോം ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടി വരികയാണ്. ആദ്യത്തെ നമ്മൾ ഒരു ഹ്യൂമൻ എന്ന് കണക്കാക്കുന്നത് ആരെയാണ്? ഹോമോ ഹാബിലസിനെയാണ് നമ്മൾ ഫസ്റ്റ് ഹ്യൂമൻ ആയിട്ട് അല്ലെങ്കിൽ ഹോമിനിഡ് ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഈ രാമപിത്തിക്കസും അതുപോലെ തന്നെ ഡ്രയോപിത്തിക്കസ് ഒക്കെ എന്ന് പറയുന്നത്, രാമപിത്തിക്കസ് കുറച്ചുകൂടി മാൻ ലൈക്ക് ആയിരുന്നു. പക്ഷേ ഡ്രയോപിത്തിക്കസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എങ്ങനെയായിരുന്നു? ഏപ്പ് ലൈക്ക് ആയിരുന്നു. ആരെ? രാമപിത്തിക്കസ് എന്ന് പറയുന്നത്. ഈ ഹോമോസാപ്പിയൻസ് ഗ്രൂപ്പിൽ പെടുന്നതാണ് നിയാൻഡർത്താൽ മാൻ എന്ന് പറയുന്നത്. നിയാൻഡർത്താൽ മാൻ അല്ലേ, അത് ഈ ഹോമോസാപ്പിയൻസ് ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതാണ് നമ്മുടെ പ്രിമിറ്റീവ് മാൻ എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയത് ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഹോമോ റെക്ടസിൽ നമ്മൾ ഹോമോ റെക്ടസിനെ കണ്ടെത്തിയത് ജാവയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവരറിയപ്പെട്ടിരുന്നത് ജാവ മേൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഓരോ ഓർഗാനിസത്തിൽ നിന്നും ഓരോ പീരീഡിൽ നിന്നും പുതിയ ഹ്യൂമൻ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? അതിൽ നിന്നെല്ലാം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ക്രാനിയൽ കപ്പാസിറ്റി, നമ്മുടെ വർക്ക് ചെയ്യാനുള്ള കഴിവ്, നമ്മുടെ സെൽഫ് കോൺഷ്യസ്നെസ് എല്ലാം അത് കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഇപ്പോൾ ഇവല്യൂഷൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവാം അല്ലേ? അപ്പോൾ നമ്മളെന്നും എന്തെല്ലാം ഇവിടെ സ്റ്റേബിൾ അല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താവും ഇവിടുന്ന് നമുക്ക് അറിയാം, ഇവിടുന്ന് എന്താവും നമ്മൾ ഉറപ്പായിട്ട് ഇവിടുന്ന് പോയി അപ്രത്യക്ഷമാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഹ്യൂമനുണ്ട് അല്ലെങ്കിൽ മാനിൻ്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഡ്രയോപിത്തിക്കസ് സ്റ്റാർട്ട് ചെയ്യുക, രാമപിത്തിക്കസ്, ആസ്ട്രലോപിത്തിക്കസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് ഫോസിൽസ്, ഹോമോ സാപ്പിയൻസ്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. So here I am ending my portion. Thank you.